പരിമിതികൾ ഒരിക്കലും ജീവിത വിജയത്തിന് തടസ്സമല്ല എന്ന് തെളിയിച്ച നിരവധി പേർ നമുക്കിടയിലുണ്ട്. അതിലൊരാളാണ് കട്ടപ്പന വെള്ളയാംകുടി സ്വദേശിനിയായ എസ്തർ മരിയ. ഉയരപരിമിതിയുള്ള എസ്തർ +2 മുഴുവൻ വിഷയങ്ങളിലും A+ഓടെയാണ് മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നത്. ആത്മവിശ്വാസമാണ് എസ്തറിന് പരിമിതികളെ മറികടക്കാനുള്ള ആയുധം. എസ്തർ 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടില്ല. അതിന് കാരണം അവളുടെ ഉയരപരിമിതിയായിരുന്നു. ടീച്ചർ കൂടിയായ അമ്മ ഫിലോമിന അവളെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. സ്കൂളിലേക്ക് എസ്തർ പോയി തുടങ്ങിയത് അമ്മയുടെ ഒക്കത്തിരുന്നാണ്. പഠനത്തിൽ ഉയരക്കുറവ് അവൾക്ക് തടസ്സമായില്ല. ആദ്യ ക്ലാസുകൾ മുതൽ മികവ് പുലർത്തി. മികച്ച വിജയം നേടണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. പിന്നീടാണ് മുഴുവൻ വിഷയങ്ങളിലും A+ വേണമെന്ന് തീരുമാനിച്ചത്. 10ാം ക്ലാസ്സിൽ ആ നേട്ടം അവൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം +1ലും +2ലും മുഴുവൻ വിഷയങ്ങളിലും A+ഓടെയാണ് എസ്തർ വിജയിച്ചത്. അതും ഗ്രേസ് മാർക്ക് ഇല്ലാതെ. എൻ്റെ ഈ വിജയത്തെ ഞാൻ നല്ല അഭിമാനത്തോടെ കാണുന്നു. ഈ വിജയം എന്ന് പറയുന്നത് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എനിക്കത് അവർക്ക് ഫുൾ A+ മേടിച്ച് കാണിച്ചു കൊടുത്തതിലൊക്കെ നല്ല സന്തോഷമുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നല്ല രീതിയിൽ പഠിപ്പിച്ചു, എല്ലാ കാര്യവും പറഞ്ഞു തന്നു. അങ്ങനെ അവർക്കും ഒരുപാട് നന്ദി പറയുന്നു. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയ്ക്ക് എസ്തർ നന്ദി പറയുന്നു. എഞ്ചിനീയറിംഗിൽ ഉന്നത വിജയം നേടണമെന്നാണ് അവളുടെ ആഗ്രഹം. അവൾ പഠിക്കുന്ന വെള്ളയാംകുടി സെന്റ് ജെറോംസ് HSSലും ഇത്തവണ മികച്ച വിജയശതമാനമാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ഇതത്ര വലിയ പരിമിതി എന്നുള്ള നമുക്ക് പഠിക്കണമെങ്കിൽ അതിനൊന്നും ഒരു തടസ്സമല്ല. പഠിച്ചു മുന്നേറാനുള്ള മനസ്സുണ്ട് എസ്തർ മരിയയ്ക്ക്. അപ്പോൾ അത് 10ലും +2ലും ഒക്കെ അത് ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ ഫുൾ A+ നേടിയാണ് കൊച്ചുമിടുക്കി വിജയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, വീട്ടുകാരുടെ സപ്പോർട്ടും ഈ എസ്തറിനൊപ്പമുണ്ട്. അതുമാത്രവുമല്ല, ഒന്ന് പഠിച്ച് മുന്നേറാനുള്ള ആ ഒരു ആത്മധൈര്യവും എസ്തറിനുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുക തന്നെ വേണം. ഈ ഉയരക്കുറവ് എന്നുള്ളത് അത്ര വലിയൊരു പരിമിതിയായൊന്നും എസ്തർ കാണുന്നില്ല. അത് അത്ര വലിയ പരിമിതിയുമല്ല. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും എസ്തറിന്റെ പഠനത്തെ ബാധിക്കുന്നില്ല. ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണമെന്ന ആഗ്രഹം എസ്തറിന്റെ ഉള്ളിലുണ്ടല്ലേ? നമുക്ക് ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ അത് തന്നെ അറിയാം കുട്ടി എത്രത്തോളം പരിമിതി അനുഭവിക്കുന്ന ഒരാളാണെന്നുള്ളത്. പക്ഷേ ഈ മികച്ച വിജയം നേടാൻ അവൾക്ക് അതൊന്നും ഒരു തടസ്സമായില്ല. നമുക്കറിയാം, ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെയാണ് ആ കുട്ടി മികച്ച വിജയം നേടിയത്. അതുതന്നെ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരാളാണ്. അവരെ സംബന്ധിച്ച് ഒരു പരിമിതി അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ ഗ്രേസ് മാർക്ക്. ആ ഗ്രേസ് മാർക്ക് പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് മികച്ച രീതിയിൽ പഠിക്കുകയും നല്ല വിജയം കൈവരിക്കുകയും ചെയ്തത് എസ്തർ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടില്ല. അവളെ അമ്മ വീട്ടിലിരുത്തിയാണ് പഠിപ്പിച്ചത്. കാരണം ഈ ഉയരക്കുറവുള്ളത് കൊണ്ട് തന്നെ മറ്റു കുട്ടികളൊക്കെ എങ്ങനെ പെരുമാറും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ടാകും. പക്ഷേ അതിനുശേഷം 4ാം ക്ലാസ് മുതലാണ് അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അമ്മ എടുത്തുകൊണ്ട് പോയിട്ടാണ് അവളെ സ്കൂളിലാക്കുന്നത്. അമ്മ ടീച്ചർ കൂടിയാണ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാനും ആ സമയത്ത് കൂടി കഴിഞ്ഞു. അപ്പോൾ ആദ്യഘട്ടം മുതൽ നല്ല മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. പിന്നെ ഈ കുട്ടിയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൾക്ക് ആ പരിമിതിയെക്കുറിച്ച് യാതൊരു നിരാശയുമില്ലാതെ അവൾ മികച്ച രീതിയിലാണ് സംസാരിക്കുന്നത്. നല്ല ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. പലർക്കും ഇല്ലാതെ പോകുന്നത് ഈ ആത്മവിശ്വാസമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത്തരം ആളുകൾ ശാരീരിക പരിമിതി അനുഭവിച്ച് ജീവിതത്തിലും അല്ലാതെയും മികച്ച വിജയം നേടുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരൊക്കെ സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. ഈ കുട്ടിയും എസ്തറും അതേപോലെ തന്നെ സമൂഹത്തിനൊരു പ്രചോദനമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തായാലും എസ്തറിന് എഞ്ചിനീയറിംഗ് ഉന്നത വിദ്യാഭ്യാസം നേടണം എന്നുള്ളതാണ് ആഗ്രഹം. അവളുടെ ആ ആഗ്രഹം സഫലീകരിക്കാൻ കഴിയട്ടെ. 10ാം ക്ലാസ്സിലും +1ലും +2ലും മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഉപരിപഠനത്തിലും അവൾക്ക് മികച്ച വിജയം നേടാൻ കഴിയട്ടെ എന്ന് മികച്ച വിജയം നേടാൻ എസ്തറിന് കഴിയട്ടെ. ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാൻ എസ്തർ തയ്യാറല്ല. എനിക്ക് ഇനിയും പഠിക്കണം, എഞ്ചിനീയർ ആകണം എന്നുള്ളതാണ് മനസ്സിൽ മോഹം. അതെന്തായാലും യാഥാർത്ഥ്യമാകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും എസ്തറിന്.